ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ലെങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന സാമൂഹ്യ പ്രവർത്തക VP സുഹറ പലവട്ടം നേതാക്കന്മാർക്കും നിയമവ്യവസ്ഥിതിക്ക് മുന്നിലും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് VP സുഹറ. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും താൻ ആത്മഹത്യ ചെയ്യുമെന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും സുഹ്ര പറഞ്ഞു. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല. അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. കേട്ടോ സുഹ്ര, മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ മനം നൊന്ത് മരണം വരെ നിരാഹാരം നടക്കുകയാണ്. നിരാഹാരം കിടക്കും. എവിടെ അറിയോ? പാർലമെൻറ്റിൻ്റെ മുമ്പിൽ. എന്നിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീയല്ല മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ആ പാവം ആത്മഹത്യ ചെയ്യുമെന്നാണ്. കൊതിപ്പിക്കരുത് കേട്ടാ. മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീര വനിത. മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആഞ്ഞടിച്ച ശബ്ദം. എന്നാൽ സ്വന്തം ജീവിതം തന്നെ ഇന്ന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ സുഹറയ്ക്ക് അല്ലെങ്കിൽ സുഹറയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട്. ഒരാഴ്ചക്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ. എന്താണ് മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരു പുരുഷനോ പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയെ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാന്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. പെങ്ങളാണെങ്കിൽ കിട്ടൂല. എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റി എഴുതി. എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? ഇസ്ലാം മതത്തിലെ മുസ്ലിം വ്യക്തി നിയമം മാത്രം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി ഇത് വോട്ട് ബാങ്ക് കളിക്കാണ്. അതാണ് വോട്ട് ബാങ്ക്. സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുത്തി തന്നെ നേടിയതാണ്. എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് കേട്ടോ VP സുഹ്ര ഫുള്ള് കേൾക്കണം, ഭയങ്കര രസമാണ്. ന്യൂസ് 18 9/9/18 അവരാണ് ഈ ന്യൂസ് പുറത്തിട്ട്. വേറെ ഉണ്ടാവും. അപ്പോൾ ഈ VP സുഹ്ര എന്താ പറഞ്ഞത്? അവകാശങ്ങൾ, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ധീര വനിത. എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, മുസ്ലിം സ്ത്രീകൾക്ക് സമ്പത്തില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇതിന് പോരാട്ടമാണ്. എന്നിട്ട് പറഞ്ഞത് മറ്റു മതങ്ങളൊക്കെ കാലത്തിനനുസരിച്ചിട്ട് വിധികൾ മാറ്റി എഴുതി. എന്താ മുസ്ലിങ്ങൾക്ക് മാത്രം മാറ്റി? ഇപ്പോൾ ഈ VP സുഹ്ര എന്ത് ചെയ്യുമെന്നറിയോ? ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുമ്പ് പോയിട്ട് നിരാഹാരം കിടക്കും. എന്നിട്ട് മതപണ്ഡിതർക്ക് അപേക്ഷ കൊടുക്കും. അപ്പോൾ ഈ VP സുഹ്ര ഇപ്പോൾ എന്തെങ്കിലും ചെയ്താലോ, കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ എന്നാണ്. ഈ ആത്മഹത്യ ചെയ്താലേ ഇവിടെ ഇസ്ലാമിന് ഭയങ്കര നഷ്ടമാണ്. അത് കാരണം മാറ്റി തിരുത്തുക. ആദ്യം പറയാനുള്ള സംഭവം എന്താ പറയുക? ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഒരു ജീവിത രീതിയാണ്. അതായത് അങ്ങനെ പറഞ്ഞാൽ അത് ഒരു ജീവിത രീതി, കുറച്ച് നിയമ സംവിധാനങ്ങളും നിയമ സംഹിതകളും, ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യത്തിലും കൃത്യമായ നിയമങ്ങൾ വെച്ചാൽ ഏകദേശം അത് ഫൈനലൈസ് ചെയ്തത് ഒരു 14 നൂറ്റാണ്ട് മുമ്പാണ്. അതിനുശേഷം ആ നിയമങ്ങൾ അങ്ങനെ തന്നെ പോകണമല്ലോ. ആ നിയമങ്ങൾ ഇന്ന് വരെ മാറ്റിത്തിരുത്തേണ്ടി വന്നിട്ടില്ല. മാറ്റിത്തിരുത്തേണ്ട ആവശ്യമില്ല, ഇനിയും മാറ്റിത്തിരുത്താൻ കഴിയില്ല. പിന്നെ ചില ആളുകൾ അതിൽ മാറ്റിത്തിരുത്തും. എന്ത്? അപ്പം അതിന് കുഴപ്പമില്ല. ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റൈല് നിങ്ങളുടെ സ്റ്റൈല് ആ രൂപത്തിൽ. അപ്പോൾ ഇസ്ലാമിൽ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്തോളണമെന്നില്ല. കറക്റ്റായിട്ട് ആ വിശ്വാസം പാലിച്ച് മരണപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. അതല്ല ഞാൻ നിസ്കരിക്കണില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഞാനും എൻ്റെ പടച്ചോനും. അല്ലാതെ ഇവിടെ ഇപ്പോൾ അതിനാരും നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൊന്നും വേണ്ട. എന്നിട്ട് അത് മാറ്റിത്തിരുത്താനൊന്നും ആവില്ല. ആർക്കും വേണ്ട. ഇപ്പോൾ VP സുഹ്ര, അത് ഞാൻ പേര് കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഷീസ് എ മുസ്ലിം.
പക്ഷേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ചേച്ചി അല്ലെങ്കിൽ ഈ താത്ത പിന്നെ മരണം വരെ നിരാഹാരം കിടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ അനന്തരാവകാശം കൊടുക്കുന്നതിനെ കുറിച്ച്. ചിലരൊക്കെ ഇങ്ങനെ കേട്ടു അനന്തരാവകാശം പകുതിയേ കിട്ടുള്ളൂ എന്നാണ് പറയണത്. വട്ടെവർ, അതിൽ കുറേ സംഭവങ്ങളുണ്ട്. അത് ഇങ്ങനെ കേൾക്കുമ്പോൾ അനന്തരാവകാശം എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിം സ്ത്രീകൾക്ക് എന്നുള്ളതാണ്. അതിന് ഈ താത്ത ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് സംവാദത്തിനൊന്നും ഇപ്പോൾ സമയമല്ലല്ലോ. ഈ താത്ത ചെയ്യേണ്ടത് അവരുടെ അടുത്ത വീടുകളിൽ ചെല്ലുക, മുസ്ലിം അതിൽ റിലീജിയസ് പ്രാക്ടീസിലായിട്ടുള്ള മുസ്ലിം വീടുകളിൽ ചെല്ലുക. എന്നിട്ട് അവിടുത്തെ ആളുകളോട് ചോദിക്കുക എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നോ എന്നാണ് ആൻസർ കിട്ടുക. ഇത് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവിടെ എന്താണ്, ഈ ഒരു മുസ്ലിം വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടി ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നില്ല എന്ന് പലപ്പോഴും അവർ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട്, കാരണം കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഈ സ്ത്രീധനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിലും ഇപ്പോൾ ഏതൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിലും ആ കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അത് ആ ഒരു കുട്ടിയുടെ അവകാശം പോലെ തന്നെയാണ് അവരുടെ സഹോദരങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉപ്പയൊക്കെ അവരെ കൈകാര്യം ചെയ്തത് എല്ലാ വിഷയത്തിലും. പിന്നെ പറയുന്നുണ്ട്, ഒന്ന് മരിച്ചാൽ, ഒരു ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ സ്ത്രീയുടെ കണ്ടോരില്ലാന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയണം, മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉപ്പ, ജ്യേഷ്ഠൻ, സഹോദരങ്ങൾ എന്നൊന്നുമല്ല, എല്ലാവരും ആ ബാധ്യത ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയൽവാസികളും നാട്ടുകാരൊക്കെ ആ ബാധ്യത ഏറ്റെടുക്കും. അവരൊക്കെ നല്ലതുപോലെ തന്നെ അവരുടെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതിന് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മാത്രമല്ല, അതിന് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ പരമവിഡ്ഢിത്വവും ലോകം അറിയാത്ത സംഭവങ്ങളുമാണ്. ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ഇനി മാറ്റിത്തിരുത്തണമെന്ന് അതിന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല, എൻ്റെ കുടുംബത്തിൽ ഞാൻ പിന്നെ കൊടുക്കുന്നു, ഓരോരുത്തരും തീരുമാനിച്ചാൽ അവരുടെ കുടുംബം നടന്നോളും, ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നടക്കും ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ നിയമം മാറ്റി എഴുതേണ്ട എപ്പോഴാണ്? അതിൻ്റെ പേരിൽ ഇവിടെ ആർക്കെങ്കിലും ഈ ഭാഗത്ത് വെച്ചിട്ട് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഒരു ഇസ്ലാമിക് ഭരണമൊന്നുമല്ലല്ലോ. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? പിന്നെ മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ പണിഷ്മെൻറ്റ് ഇവർക്ക് വിശ്വാസമില്ലല്ലോ. അങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ വിധി മാറ്റി നിർത്തണമെന്നൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ ലോകം കാണാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാഞ്ഞിട്ടല്ലേ? ഉന്നതമായ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നോക്കൂ, UK, US അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്, ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതും ഏറ്റവും പ്രീമിയം ലൈഫ് സ്റ്റൈലുള്ള ആളുകൾ, അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന കാഴ്ച പുറത്തൊന്നും പോകണ്ട. ദുബൈയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ദുബൈയിലൊക്കെ ജീവിക്കുന്നവർ, ദുബൈയിൽ എവിടെയും ഉള്ളിലല്ല, പുറത്ത് കാര്യമായിട്ട് ജീവിക്കുന്നവരൊക്കെ ചോദിച്ചു നോക്കൂ, അവിടെയൊക്കെ ഇസ്ലാമിനുള്ള സ്വീകാര്യത എത്രമാത്രമാണ്, ഏത് രൂപത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടെയും പിന്നെ കുറച്ച് സ്ഥലത്തിരുന്നിട്ട് ഇതൊക്കെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കുടുംബത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സുഹറാത്തെ ചിന്തിക്കേണ്ട സംഭവം എന്താ അറിയോ? ഇത് കുറേ കണ്ടതാണ് ഇസ്ലാം. 14 നൂറ്റാണ്ടായിട്ട് ഇസ്ലാം വളരെ ഷാർപ്പായിട്ടാണ് പോകുന്നത്, കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു കുഴപ്പമില്ല. അത് അനുഭവിക്കുന്ന സ്ത്രീകൾ എന്നുള്ളത് മുസ്ലിം സ്ത്രീകളല്ലേ? കൃത്യമായിട്ട് റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അത് പെൺകുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ, അത് ഒരു റിലീജിയസ് പ്ലാറ്റ്ഫോം അല്ല അതിന് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാനുഷിക പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ്. ഇവിടെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൽ എത്രമാത്രം ബാക്കിയുള്ളവർക്ക് അത് ഹേർട്ട് ചെയ്യുമെന്നറിയില്ല. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ, ബാക്കിയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിക സംഘടന കോടികൾ അങ്ങോട്ട് എത്തിച്ചിരുന്നു. അവിടേക്ക് ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പെണ്ണുങ്ങളാണ് എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെ ഉണ്ടായിട്ടില്ല. പെണ്ണുങ്ങളാണ് എന്നുള്ള നിലക്ക് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെണ്ണുങ്ങളാണ് എന്നുള്ള നിലക്ക് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? മുസ്ലിം സ്ത്രീകൾക്ക് അതിന് പറ്റില്ല എന്നുള്ളതുണ്ടോ? വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നല്ലാതെ, ഇവിടുത്തെ നേരത്തെ നിങ്ങൾ പണ്ഡിതന്മാരെ പറഞ്ഞല്ലോ, ഈ കേരളത്തിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം, മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ വല്ല തരത്തിലുള്ള വേർതിരിവും കാണിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എന്നുള്ളത്. ഇവിടുത്തെ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകൾ, അവിടുത്തെ ടീച്ചേഴ്സിന്
അവിടെ സ്ത്രീകൾ പുരുഷന്മാരെന്നുള്ള വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള എത്രമാത്രം സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ജോലിയാവട്ടെ, അവിടുത്തെ പഠനമാവട്ടെ, ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെയാണ് മുസ്ലിം സ്ത്രീകളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു റൂമിലിരുന്നിട്ട് ഞാനാണ് ലോകത്തിൻ്റെ എല്ലാം എന്ന് വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പമ്പര വിഡ്ഢിത്തം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ.